മഹാരാഷ്ട്രയിലെ ഒരു ഉൾഗ്രാമമാണിത്. നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളുടെ ശൈലിയോ പച്ചപ്പോ സൗന്ദര്യമോ ഒന്നുമില്ലാത്തൊരിടം. മണ്ണുകൊണ്ട് പണിതുയർത്തിയ ഓലമേഞ്ഞ ഒറ്റമുറി വീടുകളാണ് അധികവും. ഒരു നേരത്തെ ആഹാരത്തിനായി ബുദ്ധിമുട്ടുന്നവർ. അവിടേക്കാണ് ലിനേഷ് അച്ഛനും കൂട്ടരും ഉണ്ണിയേശുവിനെയും കൊണ്ടുപോയത്. ലിനേഷ് അച്ഛനും കൂട്ടരും അവിടെ ചെല്ലുമ്പോൾ ഗ്രാമീണർ എല്ലാവരും ചുറ്റും കൂടിയിട്ടുണ്ട്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, രാവിലെ മുതൽ വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ടതിന് ക്ഷീണം എല്ലാവരുടെയും മുഖത്ത് കാണാം. പക്ഷേ ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാനുള്ള അവരുടെ കണ്ണിലെ ആ തിളക്കം, അതൊന്ന് ബത്ലഹേമിൽ ഉദിച്ച ആ താരകത്തിന്റെ തിളക്കം തന്നെയായിരുന്നു. ലിനേഷ് അച്ഛനും കൂട്ടരും പാട്ടുകൾ പാടാൻ തുടങ്ങി. ഒരാൾ ചുവന്ന ഒരു തുണി ചുറ്റി സാന്താക്ലോസായി. അവരുടെ ശൈലിയിൽ എല്ലാ വേദനകളും ദുഃഖങ്ങളും മറന്ന് അവർ ഉണ്ണീശോയ്ക്ക് വേണ്ടി ആർത്ത് പാടി നൃത്തം വെച്ചു. അതിൽ അവരുടെ വിഷമതകൾ അലിഞ്ഞുപോയി. അവരുടെ ഉത്സാഹം കണ്ടപ്പോൾ ലിനേഷ് അച്ഛനും കൂട്ടുകാർക്കും ആവേശമായി. മണ്ണ് പൊത്തി ഉണ്ടാക്കിയ കൂരകളിൽ കളങ്ങൾ ഒരുക്കി അലങ്കരിച്ച തറയിൽ അവർ ഉണ്ണീശോയെ വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാ സമയങ്ങളിൽ അവർ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. അലങ്കരിച്ച തറയ്ക്ക് ചുറ്റും ഉണ്ണിയെ വെച്ച് അവർ നൃത്തമാടി. അവസാനം ഒരു വീടിന്റെ മുറ്റത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ക്രിസ്മസ് ഭക്ഷണം കഴിച്ചു. ആഡംബരങ്ങളൊന്നുമില്ലാതെ ഭക്ഷണം, ചോറും പരിപ്പ് കറിയും മാത്രം. പക്ഷേ ലിനേഷ് അച്ഛനും കൂട്ടരും അത് ആസ്വദിച്ച് കഴിച്ചു. കാരണം അത് വെച്ച് നീട്ടിയ ആളുകളുടെ സ്നേഹം അത്രമാത്രം സ്വാദ് നിറഞ്ഞതായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസിന്റെ പേരിൽ നമ്മൾ സംഘടിപ്പിച്ച ആഘോഷങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര വലുതായിരുന്നു ഈ ആഘോഷങ്ങൾ! എന്നാൽ ഈ ആഘോഷങ്ങളിലൂടെ ആരെങ്കിലും പുൽക്കൂട്ടിലെ ദാരിദ്ര്യത്തിൽ പിറന്ന ഉണ്ണിയെ ഉള്ളിൽ സ്വീകരിച്ചുവോ എന്നറിയില്ല. എന്നാൽ ഈ മഹാരാഷ്ട്രയുടെ മണ്ണിൽ നൂറുകണക്കിന് ആളുകൾ ആ ഉണ്ണിയെ നെഞ്ചിലേറ്റിയെന്ന് ഉറപ്പ്. കാരണം അവരുടെ കണ്ണിൽ വിരിഞ്ഞ നക്ഷത്രങ്ങൾക്ക് അത്രയധികം ശോഭയുണ്ടായിരുന്നു. कैसा सुहाना मौसम है लोगों, बेथलेहम की गलियों में तुमने